ഹെസക്കിയേൽ 33 അധ്യായം 1 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. കർത്താവ് അരുളി ചെയ്തു, മനുഷ്യപുത്ര, നീ നിന്റെ ജനത്തോട് പറയുക, ഞാൻ ഒരു ദേശത്തിൻ്റെ മേൽ വാൾ അയക്കുകയും ആ ദേശത്തെ ജനം തങ്ങളിൽ ഒരുവനെ കാവൽക്കാരനായി നിയമിക്കുകയും വാൾ വരുന്നത് അവൻ കാണുകയും കാഹളമൂതി മുന്നറിയിപ്പ് കൊടുക്കുകയും ചെയ്യുന്നിരിക്കട്ടെ. കാഹളനാദം കേട്ടിട്ട് മുന്നറിയിപ്പ് സ്വീകരിക്കാത്തവനെ വാൾ വിച്ഛേദിച്ചു കളയും. അവൻ്റെ രക്തത്തിന് ഉത്തരവാദി അവൻ തന്നെ. അവൻ കാഹളനാദം കേട്ടു, മുന്നറിയിപ്പ് സ്വീകരിച്ചില്ല. അവൻ്റെ രക്തത്തിന് ഉത്തരവാദി അവൻ തന്നെ. മുന്നറിയിപ്പ് സ്വീകരിച്ചിരുന്നുവെങ്കിൽ അവന് ജീവൻ രക്ഷിക്കാമായിരുന്നു. വാൾ വരുന്നത് കണ്ടിട്ടും കാവൽക്കാരൻ കാഹളം മുഴുക്കാതിരുന്നത് മൂലം ജനത്തിന് മുന്നറിയിപ്പ് കിട്ടാതെ അവരിൽ എങ്കിലും വധിക്കപ്പെട്ടാൽ അവൻ തൻ്റെ അകൃത്യത്തിലായിരിക്കും വധിക്കപ്പെടുക. എന്നാൽ അവൻ്റെ രക്തത്തിന് കാവൽക്കാരനോട് ഞാൻ പകരം ചോദിക്കും. മനുഷ്യപുത്ര, ഇസ്രായേൽ ഭവനത്തിൻ്റെ കാവൽക്കാരനായി ഞാൻ നിന്നെ നിയമിച്ചിരിക്കുന്നു. എൻ്റെ നാവിൽ നിന്ന് വചനം കേൾക്കുമ്പോൾ നീ എൻ്റെ താക്കീത് അവരെ അറിയിക്കണം. ഞാൻ ദുഷ്ടനോട്, ദുഷ്ട, നീ തീർച്ചയായും മരിക്കുമെന്ന് പറയുകയും അവൻ തൻ്റെ മാർഗത്തിൽ നിന്ന് പിന്തിരിയാൻ നീ മുന്നറിയിപ്പ് നൽകാതിരിക്കുകയും ചെയ്താൽ അവൻ തൻ്റെ ദുർവൃത്തിയിൽ തന്നെ മരിക്കും. എന്നാൽ അവൻ്റെ രക്തത്തിന് ഞാൻ നിന്നോട് പകരം ചോദിക്കും. ദുഷ്ടനോട് തൻ്റെ മാർഗത്തിൽ നിന്ന് പിന്തിരിയാൻ നീ താക്കീത് കൊടുത്തിട്ടും അവൻ പിന്തിരിയാതിരുന്നതിനാൽ അവൻ തൻ്റെ ദുർവൃത്തിയിൽ തന്നെ മരിക്കും. എന്നാൽ നീ നിന്റെ ജീവനെ രക്ഷിക്കും. മനുഷ്യപുത്ര, ഇസ്രായേൽ ഭവനത്തോട് പറയുക, ഞങ്ങളുടെ അതിക്രമങ്ങളും പാപങ്ങളും ഞങ്ങളുടെ മേലുണ്ട്. അവ മൂലം ഞങ്ങൾ ക്ഷയിച്ചു പോകുന്നു. ഞങ്ങൾക്ക് എങ്ങനെ ജീവിക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾ പറഞ്ഞു. അവരോട് പറയുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാനാണേ, ദുഷ്ടൻ മരിക്കുന്നതല്ല, അവൻ ദുഷ്ടമാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് ജീവിക്കുന്നതിലാണ് എനിക്ക് സന്തോഷം. പിന്തിരിവിൻ, തിന്മയിൽ നിന്ന് നിങ്ങൾ പിന്തിരിവിൻ. ഇസ്രായേൽ ഭവനമേ, നിങ്ങൾ എന്തിനു മരിക്കണം? മനുഷ്യപുത്ര, നീ എൻ്റെ ജനത്തോട് പറയുക, നീതിമാൻ ദുഷ്കൃത്യം ചെയ്താൽ അവൻ്റെ നീതി അവനെ രക്ഷിക്കുകയില്ല. ദുഷ്ടൻ ദുർമാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞാൽ അവൻ തൻ്റെ ദുഷ്ടത മൂലം നശിക്കുകയില്ല. നീതിമാൻ പാപം ചെയ്താൽ തൻ്റെ നീതി മൂലം ജീവിക്കാൻ അവന് സാധിക്കുകയില്ല. ഞാൻ നീതിമാനോട് അവൻ തീർച്ചയായും ജീവിക്കുമെന്ന് പറയുകയും അവൻ തൻ്റെ നീതിയിൽ വിശ്വാസമർപ്പിച്ച് തിന്മ പ്രവർത്തിക്കുകയും ചെയ്താൽ അവൻ്റെ നീതിനിഷ്ഠമായ ഒരു പ്രവൃത്തിയും ഞാൻ ഓർക്കുകയില്ല. അവൻ തൻ്റെ ദുഷ്കൃത്യത്തിൽ തന്നെ മരിക്കും. എന്നാൽ ഞാൻ ദുഷ്ടനോട് നീ തീർച്ചയായും മരിക്കുമെന്ന് പറയുകയും അവൻ ദുർമാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് നീതിയും ന്യായവും പ്രവർത്തിക്കുകയും തൻ്റെ വാഗ്ദാനം നിറവേറ്റുകയും കവർച്ച വസ്തുക്കൾ തിരികെ കൊടുക്കുകയും ജീവന്റെ പ്രമാണങ്ങൾ പാലിക്കുകയും തിന്മ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്താൽ അവൻ തീർച്ചയായും ജീവിക്കും. അവൻ മരിക്കുകയില്ല. അവൻ ചെയ്തിട്ടുള്ള യാതൊരു പാപവും അവനെതിരെ ഓർമ്മിക്കപ്പെടുകയില്ല. അവൻ നീതിയും ന്യായവും പ്രവർത്തിച്ചിരിക്കുന്നു. അവൻ തീർച്ചയായും ജീവിക്കും. എന്നിട്ടും കർത്താവിൻ്റെ മാർഗം നീതിരഹിതമാണെന്ന് നിന്റെ ജനം പറയുന്നു. നീതിരഹിതമായത് അവരുടെ തന്നെ മാർഗമാണ്. നീതിമാൻ നീതിയിൽ നിന്ന് വ്യതിചലിച്ച് തിന്മ പ്രവർത്തിച്ചാൽ അവൻ അതിനിൽ മരിക്കും. ദുഷ്ടൻ ദുഷ്ടതയിൽ നിന്ന് പിന്തിരിഞ്ഞ് നീതിയും ന്യായവും പ്രവർത്തിച്ചാൽ അവൻ അതിനാൽ ജീവിക്കും. എന്നിട്ടും കർത്താവിൻ്റെ മാർഗം നീതിരഹിതമാണെന്ന് നിങ്ങൾ പറയുന്നു. ഇസ്രായേൽ ഭവനമേ, നിങ്ങൾ ഓരോരുത്തരെയും അവരവരുടെ പ്രവൃത്തികൾക്കനുസൃതമായി ഞാൻ വിധിക്കും. ഞങ്ങളുടെ പ്രവാസത്തിൻ്റെ 12-ാം വർഷം 10-ാം മാസം 5-ാം ദിവസം ജെറുസലേമിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട ഒരുവൻ എൻ്റെ അടുക്കൽ വന്നു പറഞ്ഞു, നഗരം നിബന്ധിച്ചിരിക്കുന്നു. രക്ഷപ്പെട്ടവൻ എൻ്റെ അടുക്കൽ വന്നതിൻ്റെ തലേ ദിവസം വൈകുന്നേരം കർത്താവിൻ്റെ കരം എൻ്റെ മേൽ വന്നു. രാവിലെ അവൻ എൻ്റെ അടുക്കൽ വന്നപ്പോഴേക്കും എൻ്റെ വായി കർത്താവ് തുറന്നിരുന്നു. എനിക്ക് സംസാരിക്കാൻ ശക്തി ലഭിച്ചു. കർത്താവ് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ഇസ്രായേലിലെ ഈ ശൂന്യ സ്ഥലങ്ങളിൽ വസിക്കുന്നവർ പറയുന്നു, അബ്രഹാം ഏകനായിരിക്കെ അവന് ദേശം അവകാശമായി ലഭിച്ചു. ഞങ്ങളോ അനവധി പേരാണ്. തീർച്ചയായും ദേശത്തിന് ഞങ്ങൾ അവകാശികളാണ്. അവരോട് പറയുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ മാംസം രക്തത്തോടുകൂടി ഭക്ഷിക്കുകയും വിഗ്രഹങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തുകയും രക്തം ചിന്തുകയും ചെയ്യുന്നു. എന്നിട്ടും ദേശം നിങ്ങൾക്ക് അവകാശമായി ലഭിക്കുമോ? നിങ്ങൾ വാളിൽ ആശ്രയിക്കുകയും മ്ലേച്ഛ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ഓരോരുത്തരും അയൽക്കാരൻ്റെ ഭാര്യയെ മലിനപ്പെടുത്തുന്നു. എന്നിട്ടും ദേശം നിങ്ങൾക്ക് അവകാശമായി ലഭിക്കുമോ? അവരോട് പറയുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാനാണ് ശൂന്യ സ്ഥലങ്ങളിലുള്ളവർ വാളിനിരയാകും. തുറസായ വയലുകളിലുള്ളവരെ മൃഗങ്ങൾക്ക് വിഴുങ്ങാനായി ഞാൻ വിട്ടുകൊടുക്കും. കോട്ടകളിലും ഗുഹകളിലുമുള്ളവർ പകർച്ചവ്യാധികളിൽ മരിക്കും.
ഞാൻ ദേശം ശൂന്യവും വിജനവുമാക്കും. അവരുടെ ശക്തിഗർവം അവസാനിക്കും. ആരും കടന്നു പോകാത്ത വിധം ഇസ്രായേലിന്റെ പർവ്വതങ്ങൾ വിജനമാകും. അവർ ചെയ്ത മ്ലേച്ഛതകൾ മൂലം ഞാൻ ദേശത്തെ വിജനവും ശൂന്യവുമാക്കുമ്പോൾ ഞാനാണ് കർത്താവെന്ന് അവർ അറിയും. മനുഷ്യപുത്ര, മതിലുകൾക്കൊരിക്കലും വീട്ടുവാതിലുക്കലും നിന്റെ ജനം നിന്നെക്കുറിച്ച് സംസാരിക്കുന്നു. അവർ പരസ്പരം പറയുന്നു, വരൂ, കർത്താവിൽ നിന്ന് വരുന്ന വചനം എന്താണെന്ന് കേൾക്കാം. അവർ കൂട്ടമായി നിന്റെ അടുക്കൽ വരും. എൻ്റെ ജനമെന്ന പോലെ നിന്റെ മുമ്പിലിരിക്കും. നിന്റെ വാക്കുകൾ അവൻ ശ്രവിക്കുകയും ചെയ്യും. പക്ഷെ അതനുസരിച്ച് അവൻ പ്രവർത്തിക്കുകയില്ല. കാരണം തങ്ങളുടെ അധരങ്ങൾ കൊണ്ട് അവർ അതിയായ സ്നേഹം കാണിക്കുന്നു. അവരുടെ ഹൃദയം സ്വാർത്ഥലാഭത്തിൽ ഉറച്ചിരിക്കുന്നു. ഇമ്പമുള്ള സ്വരത്തിൽ പ്രമഗാനം ആലപിക്കുകയും വിദഗ്ധമായ വീണ വായിക്കുകയും ചെയ്യുന്ന ഒരുവനെ പോലെയാണ് അവർക്ക് നീ. കാരണം നിന്റെ വാക്കുകൾ അവർ കേൾക്കുന്നു, എന്നാൽ അവർ അത് അനുവർത്തിക്കുകയില്ല. എന്നാൽ അത് സംഭവിക്കുമ്പോൾ അത് സംഭവിക്കുക തന്നെ ചെയ്യും. തങ്ങളുടെ മധ്യത്തിൽ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു എന്ന് അവർ അറിയും. 34 അധ്യായം എസെക്കിയേലിന്റെ പുസ്തകം. 1 അധ്യായം 31 വരെയുള്ള വാക്യങ്ങൾ. കർത്താവ് അരുളി ചെയ്യുന്നു, മനുഷ്യപുത്ര, ഇസ്രായേലിന്റെ ഇടയന്മാർക്കെതിരെ പ്രവചിക്കുക. അവരോട് പറയുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, തങ്ങളെ തന്നെ പോറ്റുന്ന ഇസ്രായേലിന്റെ ഇടയന്മാരെ നിങ്ങൾക്ക് ദുരിതം. ഇടയന്മാർ ആടുകളെയല്ലേ പോറ്റേണ്ടത്? നിങ്ങൾ മേധസ് ഭക്ഷിക്കുകയും രോമം കൊണ്ടുള്ള വസ്ത്രം ധരിക്കുകയും കൊഴുത്തതിനെ കൊല്ലുകയും ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ ആടുകളെ പോറ്റുന്നില്ല. ദുർബലമായതിനെ നിങ്ങൾ ശക്തി കൊടുത്തില്ല. മുറിവേറ്റതിനെ വെച്ചു കെട്ടുകയില്ല. വഴിതെറ്റിയതിനെ തിരികെ കൊണ്ടുവരികയോ കാണാതായതിനെ തേടുകയോ ചെയ്തില്ല. മറിച്ച് കഠിനമായും ക്രൂരമായും നിങ്ങൾ അവനോട് പെരുമാറി. ഇടയനില്ലാത്തതിനാൽ അവ ചിതറിപ്പോയി. കാട്ടിലെ മൃഗങ്ങൾക്ക് അവ ഇരയായി തീർന്നു. എൻ്റെ ആടുകൾ ചിതറിപ്പോയി. മലകളിലും ഉയർന്ന കുന്നുകളിലും അവ അലഞ്ഞു നടന്നു. ഭൂമുഖത്തെല്ലാം എൻ്റെ ആടുകൾ ചിതറിപ്പോയി. അവയെ തിരയാനോ അന്വേഷിക്കാനോ ആരും ഉണ്ടായില്ല. ആകയാൽ ഇടയന്മാരെ, കർത്താവിൻ്റെ വചനം ശ്രവിക്കുവിൻ. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാനാണേ, ഇടയന്മാരില്ലാത്തതിനാൽ എൻ്റെ ആടുകൾ വന്യമൃഗങ്ങൾക്ക് ഇരയായി തീർന്നു. എൻ്റെ ഇടയന്മാർ എൻ്റെ ആടുകളെ അന്വേഷിച്ചില്ല. അവയെ പോറ്റാതെ അവർ തങ്ങളെ തന്നെ പോറ്റി. ആകയാൽ ഇടയന്മാരെ, കർത്താവിൻ്റെ വചനം ശ്രവിക്കുവിൻ. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ ഇടയന്മാർക്കെതിരാണ്. എൻ്റെ ആടുകൾക്ക് ഞാൻ അവരോട് കണക്ക് ചോദിക്കും. അവരുടെ മേയ്ക്കലിന് ഞാൻ അറുതി വരുത്തും. ഇനിമേൽ ഇടയന്മാർ തങ്ങളെ തന്നെ പോറ്റുകയില്ല. എൻ്റെ ആടുകൾ അവർക്ക് ഭക്ഷണമായി തീരാതിരിക്കാൻ ഞാൻ അവയെ അവരുടെ വായിൽ നിന്ന് രക്ഷിക്കും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ തന്നെ എൻ്റെ ആടുകളെ അന്വേഷിച്ച് കണ്ടുപിടിക്കും. ആടുകൾ ചിതറിപ്പോയാൽ ഇടയൻ അവയെ അന്വേഷിച്ചിറങ്ങും. അതുപോലെ ഞാൻ എൻ്റെ ആടുകളെ അന്വേഷിക്കും. കാറ് നിറഞ്ഞ് അന്ധകാരപൂർണമായ ആ ദിവസം ചിതറിപ്പോയ ഇടങ്ങളിൽ നിന്നെല്ലാം ഞാൻ അവയെ വീണ്ടെടുക്കും. ജനതകളിടയിൽ നിന്ന് ഞാൻ അവയെ കൊണ്ടുവരും. രാജ്യങ്ങളിൽ നിന്ന് ഞാൻ അവയെ ഒരുമിച്ച് കൂട്ടും. സ്വദേശത്തേക്ക് അവയെ ഞാൻ കൊണ്ടുവരും. ഇസ്രായേലിലെ മലകളിലും നീരുറവുകൾക്കരികിലും മനുഷ്യവാസമുള്ള എല്ലായിടങ്ങളിലും ഞാൻ അവയെ മേയിക്കും. നല്ല പുൽത്തകടലിൽ ഞാൻ അവയെ മേയിക്കും. ഇസ്രായേലിലെ ഉയർന്ന മലകളിലായിരിക്കും അവയുടെ മേച്ചിൽ സ്ഥലങ്ങൾ. അവിടെ നല്ല മേച്ചിൽ സ്ഥലത്ത് അവ കിടക്കും. ഇസ്രായേൽ മലകളിലെ സമൃദ്ധമായ പുൽത്തകിടയിൽ അവ മേയും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ തന്നെ എൻ്റെ ആടുകളെ മേയിക്കും. ഞാൻ അവയ്ക്ക് വിശ്രമസ്ഥലം നൽകും. നഷ്ടപ്പെട്ടതിനെ ഞാൻ അന്വേഷിക്കും. വഴിതെറ്റിപ്പോയതിനെ ഞാൻ തിരികെ കൊണ്ടുവരും. മുറിവേറ്റതിനെ ഞാൻ വെച്ചുകെട്ടും. ബലഹീനമായതിനെ ഞാൻ ശക്തിപ്പെടുത്തും. കൊഴുത്തതിനെയും ശക്തിയുള്ളതിനെയും ഞാൻ സംരക്ഷിക്കും. നീതിപൂർവം ഞാൻ അവയെ പോറ്റും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ അജഗണമേ, ഞാൻ ആടിനും ആടിനെയും മധ്യേ മുട്ടാടിനും കോലാട്ടുമുട്ടിനും മധ്യേ വിധി നടത്തും. നല്ല മേച്ചിൽ സ്ഥലത്ത് നിങ്ങൾക്ക് മേഞ്ഞാൽ പോരെ? മിച്ചമുള്ള പുൽത്തകിടിൽ ചവിട്ടി തേച്ച് കളയണമോ? ശുദ്ധജലം കുടിച്ചാൽ പോരെ? ശേഷമുള്ള ജലമെല്ലാം ചവിട്ടി കളയണമോ? എൻ്റെ ആടുകൾ നിങ്ങൾ ചവിട്ടി തേച്ചവ തിന്നുകയും ചവിട്ടി കലക്കിയത് കുടിക്കുകയും ചെയ്യണമോ? ദൈവമായ കർത്താവ് അവരോട് അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ തന്നെ കൊഴുത്ത ആടുകൾക്കും മെലിഞ്ഞ ആടുകൾക്കും മധ്യേ വിധി പ്രസ്താവിക്കും. അന്യദേശങ്ങളിലേക്കും ചിതറിക്കുവോളം ദുർബലമായവയെ നിങ്ങൾ പാർശ്വകൊണ്ടും
ചുമലുകൊണ്ടും തള്ളുകയും കൊമ്പുകൊണ്ട് കുത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ ആട്ടിൻപറ്റത്തെ രക്ഷിക്കും. മേലിൽ അവ ആർക്കും ഇരയാവുകയില്ല. ആടിനും മധ്യേ ഞാൻ വിധി നടത്തും. ഞാൻ അവയ്ക്ക് ഒരു ഇടയനെ എൻ്റെ ദാസനായ ദാവീദിനെ നിയമിക്കും. അവൻ അവയെ മേയിക്കും. അവൻ അവയെ പോറ്റുകയും അവരുടെ ഇടയനായിരിക്കുകയും ചെയ്യും. കർത്താവായ ഞാൻ അവരുടെ ദൈവമായിരിക്കും. എൻ്റെ ദാസനായ ദാവീദ് അവരുടെ രാജാവാകും. കർത്താവായ ഞാൻ ഇത് പറഞ്ഞിരിക്കുന്നു. അവരുമായി ഒരു സമാധാന ഉടമ്പടി ഞാൻ ഉറപ്പിക്കും. അവർക്ക് വിജന പ്രദേശങ്ങളിൽ സുരക്ഷിതമായി വസിക്കാനും വനങ്ങളിൽ കിടന്ന് ഉറങ്ങാനും കഴിയുമാറ് വന്യമൃഗങ്ങളെ ദേശത്ത് നിന്ന് ഞാൻ തുരത്തും. അവരെയും എൻ്റെ മലയ്ക്ക് ചുറ്റുമുള്ള സ്ഥലങ്ങളെയും ഞാൻ അനുഗ്രഹിക്കും. ഞാൻ യഥാസമയം മഴ പെയ്യിക്കും. അത് അനുഗ്രഹ വർഷമായിരിക്കും. വയലിലെ വൃക്ഷങ്ങൾ ഫലം നൽകും. ഭൂമി വിളവ് തരും. അവർ തങ്ങളുടെ ദേശത്ത് സുരക്ഷിതരായിരിക്കും. ഞാൻ അവരുടെ നുകം തകർക്കുകയും അടിമപ്പെടുത്തിയവരുടെ കരങ്ങളിൽ നിന്ന് അവരെ മോചിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഞാനാണ് കർത്താവ് എന്ന് അവർ അറിയും. മേലിൽ അവർ ജനതകൾക്ക് ഇരയാവുകയോ വന്യമൃഗങ്ങൾ അവയെ വിഴുങ്ങുകയോ ചെയ്യുകയില്ല. അവർ സുരക്ഷിതരായിരിക്കും. ആരും അവരെ ഭയപ്പെടുകയുമില്ല. തങ്ങളുടെ ദേശം പട്ടിണി കൊണ്ട് നശിക്കാതിരിക്കേണ്ടതിനും ജനതകളുടെ നിന്ദനം ഏൽക്കാതിരിക്കേണ്ടതിനും ഞാൻ അവർക്ക് സമൃദ്ധിയുള്ള തോട്ടങ്ങൾ പ്രദാനം ചെയ്യും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. ഞാൻ അവരുടെ ദൈവമായ കർത്താവ്. അവരുടെ കൂടെ ഉണ്ടെന്നും അവർ ഇസ്രായേൽ ഭവനം എൻ്റെ ജനമാണെന്നും അവർ അറിയും. നിങ്ങൾ എൻ്റെ ആടുകളാണ്, എൻ്റെ മേച്ചിൽ സ്ഥലത്തെ ആടുകൾ. ഞാനാണ് നിങ്ങളുടെ ദൈവം. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു.